മെസ്സി വരില്ല, നീതു വരും. വഴുതക്കാട് നീതു വരും. നന്നായി നമുക്ക് നല്ല പൂർണ്ണ വിജയ പ്രതീക്ഷ തന്നെയാണ്. സംസാരിക്കൊരു മാറ്റം വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. 3 സ്ഥാനാർത്ഥികളെയും ഒരു ഫ്രെയിമിൽ കിട്ടുക എന്നത് ഏറെ അപൂർവമായി ലഭിക്കുന്നതാണ്. നമസ്കാരം. തലസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് വാർഡിലാണ്, കോട്ടൺ ഹിൽ സ്കൂളിലാണ് നിൽക്കുന്നത്. അല്പസമയത്തിന് ശേഷം ശ്രീ ശശി തരൂർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ശ്രീ നീതു വിജയനാണ്. വോട്ട് ചെയ്തവരാ? ഇല്ല, വോട്ട് ചെയ്തില്ല. ഉച്ചയ്ക്ക് ശേഷം പോയി ചെയ്യും. പോകുന്നു ജനങ്ങളുടെ നമുക്കൊരു സാധ്യത ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൾക്കാരെല്ലാം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അത് വോട്ടായി മാറും. അതെ, അതാണ് പ്രതീക്ഷ. മെസ്സി വരില്ല, നീതു വരും. വഴുതക്കാട് നീതു വരും. എന്തായാലും ഏറെ സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചയായ സ്ഥാനാർത്ഥിയാണ് നീതു വിജയൻ. നമുക്ക് ഈ നീതു വിജയൻ്റെ തൊട്ട് പിന്നാലെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അതുകൂടാതെ CPMൻ്റെ ശ്രീ രാഖിയുണ്ട്. എന്തായാലും 3 സ്ഥാനാർത്ഥികളെയും ഒരു ഫ്രെയിമിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ശ്രീ രാഖി, നമസ്കാരം. നമസ്കാരം. വോട്ട് ചെയ്തോരാ? ഇല്ല, ഞാൻ ഇനി പോയി വോട്ട് ചെയ്യത്തേ ഉള്ളൂ. എനിക്ക് 2ാം നമ്പർ ബൂത്തിലാണ്. വിദ്യാരാജ സ്കൂളിൽ. എങ്ങനെയാണ് വിജയം പ്രതീക്ഷ? നന്നായി നമുക്ക് നല്ല പൂർണ്ണ വിജയ പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ചതുപോലെ തന്നെ നന്നായി ജനങ്ങൾ നമ്മളോടൊപ്പം കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. വളരെ നന്ദി. ശ്രീ രാഖിയാണ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിച്ചത്. ഇതാ തൊട്ട് അടുത്ത് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയുമുണ്ട്, ലതാ ബാലചന്ദ്രനാണ്. നമസ്കാരം. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ജനങ്ങളുടെ? ജനങ്ങളുടെ പ്രതികരണം നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. സംസാരിക്കൊരു മാറ്റം വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതനുസരിച്ച് എല്ലാവരും നമുക്ക് സപ്പോർട്ടാണെന്ന് ഉറപ്പുണ്ട്. വിജയപ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തിരുവനന്തപുരം നഗരം പിടിച്ചടക്കണം. എന്തായാലും സ്ഥാനാർത്ഥികളെ എല്ലാവരെയും, അതായത് 3 സ്ഥാനാർത്ഥികളെയും ഒരു ഫ്രെയിമിൽ കിട്ടുക എന്നത് ഏറെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അപൂർവമായി ലഭിക്കുന്നതാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ വോട്ട് പിടിക്കാനും അവരെ പരിചയമുള്ളവരെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി ഈ കോട്ടൺ ഹിൽ വിദ്യാലയത്തിൻ്റെ മുൻപിൽ തന്നെ അവർ നിൽക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളുമുണ്ട്. CPMൻ്റെ സ്ഥാനാർത്ഥിയായ ശ്രീ രാഖിയുണ്ട്. അതുകൂടാതെ നീതു വിജയനുണ്ട്, ലതാ ബാലചന്ദ്രനുണ്ട്, NDA സ്ഥാനാർത്ഥി. അപ്പോൾ അല്പസമയത്തിന് ശേഷം ശശി തരൂർ MP നിലവിലിപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ മികച്ച രീതിയിൽ, നല്ല രീതിയിൽ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ തലസ്ഥാനത്തെ വോട്ടിംഗ് സംവിധാനം മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.